നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും സിദ്ധുവേട്ടന്റെ ഈ ഫോൺ വിളി സംസാരമൊക്കെ ചേച്ചിയമ്മ അച്ഛനോടൊന്ന് പറയണം. ആ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തുണ്ടാക്കുന്ന കാര്യമാ പ്രമേ? അയ്യോ, ഇത്തിരി അടപ്രഥമൻ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. മനുഷ്യ, ചെറുക്കന്റെ കാര്യം ഓർത്ത് ഒന്നാമത് ഞാൻ നീറി നിൽക്കുവാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്താ പ്രമേ? അച്ഛാ, സിദ്ധുവിനെ ഇപ്പൊ സ്ഥിരമായിട്ട് ആ ദേവികയെ വിളിക്കുന്നുണ്ട്. അവക്ക് അവന്റെ ഹൃദയമിടിപ്പ് കേൾക്കണമെന്ന്. അതിനിപ്പോ എന്താ? അതിന് കുഴപ്പമുണ്ട്. ഇങ്ങനെ പോയാലേ അവള് നാളെ സിദ്ധുവിന്റെ ഒപ്പം ജീവിക്കണമെന്ന് പറയാ അച്ഛാ. പ്രേമ പറയുന്നതിലും കാര്യമുണ്ട്. ഇനി അവനെ അങ്ങനെ തന്നിഷ്ടത്തിന് വിടാൻ പറ്റില്ല. ആഹാ, എന്തോ ഗൗരവകരമായ ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. ആ, കുഞ്ഞളിയെ തന്നെയാ വിഷയം. ഞാനോ? ആ, നീ തന്നെയാണ്. ഇനി മേലിൽ നീ ദേവികയെ വിളിക്കരുത്. ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചാലേ ഫോൺ എടുക്കുകയും ചെയ്യരുത്. അച്ഛൻ, ഞാൻ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. നിന്റെ ജീവിതമാണ് ഞങ്ങൾക്ക് വലുത്. അതിനു വേണ്ടി ഇതൊക്കെ പറയുന്നത്. ആ കുട്ടിയുടെ അവസ്ഥയിൽ എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് കരുതി നിന്റെ ജീവിതം കൊണ്ട് കടപ്പാട് തീർക്കാൻ ഞാനൊരുക്കമല്ല. അവർക്ക് ഇനി കോമ്പൻസേഷൻ വേണമെങ്കിൽ അതും കൊടുക്കാം. പ്രേമേ, ആ പ്രേമ തന്നെയാ. എന്റെ അനുജന്റെ കാര്യത്തിലേ ഞാൻ ഇങ്ങനെ പറയൂ. ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുന്നേ. ഏട്ടനൊന്ന് അനുസരിക്കേ. ഇനി നീട്ടിവെക്കുന്നില്ല. നാളെ തന്നെ ഞാൻ നമ്പ്യാരെ വിളിച്ചിട്ട് മയൂരിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ ഡേറ്റ് കുറിപ്പിക്കാൻ പോവുക. അച്ഛാ, അത് എനിക്ക് കുറച്ച് സമയം കൂടി. നടക്കില്ല. അച്ഛൻ തീരുമാനിക്കുന്നതേ നീ അങ്ങ് അനുസരിച്ചാ മതി. ഇല്ലെന്നേ, എല്ലാം നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ നടക്കും. സെക്കൻഡ് ഹാൻഡ് ഹൃദയം വെച്ച് അയാൾ എത്ര നാൾ പോവാന്? മയൂരി, ആ ദേ അമ്മ വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാവേ. എന്താ അമ്മേ? നീ ഇവിടെ മലർപ്പൊടിക്കലവും തലയിൽ വെച്ച് മനപ്പായസവും ഉണ്ട്. കാൽ കാശിന് ഗതിയില്ലാത്തവനോട് ചൊല്ലിക്കൊണ്ടിരുന്നോ? ഞാനിപ്പോ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഉള്ളം കയ്യിൽ ദൈവം വച്ചതെന്ന മാണിക്യം വഴിയെ പോയവളെ റാഞ്ചാതെ ആദ്യം നോക്കടി. ദേവിക, അവളുടെ കെട്ടിയോന്റെ എഞ്ചിൻ വെച്ച് ഓടുന്ന വണ്ടിയാ സിദ്ധു. സിദ്ധുവിനെ നിനക്ക് വിട്ടുതരാതിരിക്കാൻ അവള് പരമാവധി ശ്രമിക്കും. സ്വന്തമായ ഒരു ഹൃദയമില്ലാതെ കടം വാങ്ങിയ ഹൃദയവുമായി ജീവിക്കുന്നവനെ നമുക്ക് വേണ്ടിയിട്ടല്ല. അവന് സ്വന്തമായി കാറുണ്ട്, വീടുണ്ട്, ഭൂസത്തുണ്ട്, ബിസിനസ് ഉണ്ട്, അക്കൗണ്ടിൽ കുമിഞ്ഞു കൂടിയ പണമുണ്ട്. അത് നമുക്ക് വേണം. അറിയാമല്ലോ, നീ സിദ്ധുവായിട്ടുള്ള കല്യാണം നടന്നാൽ രക്ഷപ്പെടുന്നത് നിന്റെ ആങ്ങള കൂടിയാണ്. എന്നതാ പെണ്ണിന്റെ പേര്? സിന്ദഗി. ആ, സിന്ദഗിക്ക് സിന്ദഗി. അവൾ ഈ വീട്ടിൽ വേണം. അവളെ വെച്ച് പണം ഈ വീട്ടിലേക്ക് വരുത്താനുള്ള വഴി എനിക്കറിയാം. അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിനക്കെതിരെ ഒരു ചെറു വിരൽ പോലും സിദ്ധുവോ അവന്റെ വീട്ടുകാരോ അനക്കില്ല. എന്ന് വെച്ചാൽ നിനക്ക് അടക്കി ഭരിക്കാമെന്ന്. ഞാൻ ഏത് വഴിക്ക് നീങ്ങണമെന്ന് അമ്മ പറഞ്ഞാ മതി. കടവത്ത് നമ്മൾ കെട്ടിയിട്ട വള്ളം കാറ്റടിച്ച് കൊണ്ടുപോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നീ സിദ്ധുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം. ദിവസവും ഒരു തവണയല്ല, കുറഞ്ഞതൊരു 10 തവണയെങ്കിലും. നിനക്ക് അവനോട് കടലോളം സ്നേഹവും കരുതലും ഉണ്ടെന്ന് അവന് തോന്നണം. പെണ്ണുങ്ങളുടെ കണ്ണീരിലും കടക്കണ്ണിലും പുഞ്ചിരിയിലും വീഴുന്നവരാടി ആണുങ്ങള്. നിന്റെ അച്ഛന്റെ സ്വത്തെല്ലാം എന്റെ പേരിൽ വന്നത് പിന്നെ എങ്ങനെയാ?
നീ വിളിക്ക് സിദ്ധുവിനെ, ഇപ്പൊ തന്നെ വിളിക്ക്. ഞാൻ വിളിച്ചോളാം അമ്മേ. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. ശരി. ആ ജോണി, എടാ അടുത്ത ദിവസം തന്നെ എനിക്ക് ആ ചിത്രം കൊണ്ടുതരണേ. പിന്നെ ജോലി തിരക്കുണ്ട്, സ്റ്റുഡിയോയില് വേറെ കല്യാണ വർക്കുണ്ട് എന്നൊന്നും പറഞ്ഞ് ഉഴപ്പി കളഞ്ഞേക്കരുത്. അന്ന് കണ്ട ഫ്രെയിമേ ഇത്തിരി കൂടി മെച്ചപ്പെടുത്താൻ തോന്നി. ആ ശരി. മോശം, ഇവളെന്തിനാ ഈ നേരത്ത്? സില്ലു, നിനക്ക് ഫോണ്. ഒരു ഫോണല്ലേ വന്നോളൂ പ്രേമേ, അല്ലാതെ പുലിയും കടുവയൊന്നും അല്ലല്ലോ ഇങ്ങനെ നടന്ന് വിളിച്ചു പോവാൻ. നീ പെട്ടെന്ന് ഫോൺ എടുക്കും. മയൂരിയാ. മയൂരിയോ? നമ്മുടെ മയൂരിയോ? അല്ല, കരക്കാരുടെ. നിങ്ങളൊന്ന് പോ മനുഷ്യ. ഹലോ. ഹലോ. എന്താ നാത്തൂനെ രാത്രിയില്? ഓ, അതിന് നാത്തൂനായിട്ടില്ലല്ലോ. നമ്മളെ പുറത്ത് നിർത്തിയിരിക്കല്ലേ. എന്തൊക്കെയായി പറയുന്നേ? ആര് പുറത്തു നിർത്തിയെന്നാ? മയൂരി ഈ വീടിന്റെ അകത്ത് തന്നെയാ. പക്ഷെ സിദ്ധേട്ടന്റെ ഉള്ളിൽ ഞാനുണ്ടോന്നൊരു സംശയം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തില്ലേ? ഇല്ല, ഞാനിപ്പോ പലതവണ വിളിച്ചു. ചിലപ്പോ ഉറങ്ങിക്കാണും. ഏയ്, ഉറങ്ങിയിട്ടില്ല, അതുറപ്പാ. ഒരു തവണ കോള് കട്ട് ചെയ്തായിരുന്നു. അപ്പൊ പാതി മയക്കത്തിലായിരിക്കും. ആരാണ് വിളിക്കുന്നതെന്ന് പോലും പാവം ഏട്ടൻ നോക്കി കാണില്ല. എന്തായാലും ഞാൻ ഏട്ടന്റെ അടുത്ത് ചെല്ലട്ടെ. ഏട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ മയൂരിയെ വിളിക്കാം. മയൂരി വിഷമിക്കണ്ട കേട്ടോ. എന്താടി? ആ മയൂരി വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുത്തില്ലാന്ന്. അവൻ ഉറങ്ങിക്കാണോന്നേ? അതെ, ഒരു കുമ്മേശ്വരം ഗുളിയല്ലേ കഴിക്കുന്നത്, അതിന്റെ സെഡേഷൻ കാണും. ഉറങ്ങിയിട്ടില്ലെന്നാ മയൂരി പറഞ്ഞത്. അതെന്താ, മാടമ്പള്ളിയിലെ ഗംഗയെ പോലെ ഉറക്കമളക്കുന്ന മെഷീനുണ്ടോ ആ പെണ്ണിന്റെ കയ്യിൽ? ഓ, നിങ്ങളൊന്നും മിണ്ടാതിരി എന്റെ മനുഷ്യ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ. എന്തുവാടി? മയൂരി ഏട്ടത്തി വിളിച്ചിട്ട് ഏട്ടനെന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? മയൂരി ഏട്ടത്തിയോ? ആ, ഏട്ടത്തി. ഏട്ടന്റെ ഭാര്യയാവാൻ പോകുന്ന ആള് പിന്നെ ഏട്ടത്തിയല്ലേ? ആദ്യം ഭാര്യ ആവട്ടെ. ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? അത് പറ. എനിക്ക് സൗകര്യമില്ലായിരുന്നു. അത് മോശമല്ലേ ഏട്ടാ? ആ കുട്ടി എന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലും തരക്കേടില്ല. എന്റെ മൂഡിനനുസരിച്ചാ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നത്. ഒപ്പം ജീവിക്കാൻ പോകുന്ന ആളിനോട് സംസാരിക്കാൻ എന്തിനാ ഏട്ടാ പ്രത്യേകിച്ചൊരു മൂഡ്? അതൊരു സന്തോഷമല്ലേ? സില്ലു, നീ എന്നേക്കാളും വലിയ അറിവുള്ളവൾ ആവല്ലേ. പോപ്പിനേക്കാളും വലിയ ബിഷപ്പ് വേണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഏട്ടൻ മയൂരി ഏട്ടത്തിയായിട്ടൊന്ന് സംസാരിക്കണം. ഏട്ടൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാ പാവം. എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിരുന്നു. ഞാൻ ദേ മയൂരിടത്തെ വിളിക്കുവാണേ. ഇത് വലിയ തൊല്ലയായല്ലോ. ഹലോ. ഞാൻ ദേ ഏട്ടന് ഫോൺ കൊടുക്കുവാണേ.
എന്താന്ന് വെച്ചാ പറഞ്ഞോ. ദാ ഏട്ടാ, ദാ. ആ ഹലോ. ഹലോ സിദ്ധേട്ടാ. ആ എന്താ പറ. എന്താ സിദ്ധേട്ടാ ഫോൺ എടുക്കാതിരുന്നത്? ഞാനങ്ങ് ഭയന്നു പോയി. എന്തിന്? അല്ല, സിദ്ധേട്ടന് വല്ല വയ്യായ്മയാണോന്ന് ഓർത്തിട്ടെ. സത്യത്തിൽ ഞാൻ ഇത്ര നേരം കരയായിരുന്നു സിദ്ധേട്ടാ. ആരെങ്കിലും ഫോൺ എടുത്തില്ലാന്ന് കരുതി കരയാനാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ആളുകൾ കരഞ്ഞു മരിച്ചു വീഴുവല്ലോ. സിദ്ധുണ്ട് ഒരു തമാശ. പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഭഗവതിക്ക് ഒരു പട്ടും ചെമ്പരത്തി പൂമാലയും വഴിപാടായിട്ട് നേർന്നു. ആ അത് നന്നായി. പട്ട് ഭഗവതി എടുത്തോളൂ. ചെമ്പരത്തി പൂമാലേ മയൂരി കഴുത്തിലിട്ടോ. നല്ല ചേർച്ചയായിരിക്കും. പിന്നെ തമാശ. പിന്നെ സിദ്ധേട്ടന്റെ ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ?